എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ 5ാമത്തെ ദിവസമാണ് നമ്മൾ റൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മുടെ ബാക്കിൽ ഇതേ ക്രാഡിയാക്കിൻ്റെ ഗണ്ണർ പ്രോ മാക്സ് ഇരിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സൈക്കിളാണ്. നമ്മൾ ശരിക്കും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് 19.64 കിലോമീറ്റർ കവർ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. 1 മണിക്കൂറാണ് റൈഡ് ചെയ്തത്. കാരണം ഞാൻ ഇന്നലെയും കഴിഞ്ഞ 4 ദിവസമായിട്ട് കാലത്ത് എണീക്കാൻ ഭയങ്കര മടിയാണ്. 6 മണിക്ക് അലാറം വയ്ക്കും, 6:15 ആകുമ്പോഴാണ് എണീറ്റ് വരാം. അപ്പോൾ ആ സമയം അങ്ങനെ എണീക്കണ കാരണം 7 മണിക്കാണ് നമ്മൾ ഇറങ്ങണത്. പക്ഷേ ഇന്ന് 5:30 അലാറം വെച്ചു. 5:45 6 മണിയോടുകൂടി 5:45 ഞാൻ ഇറങ്ങിയിട്ടാണ്. കാരണം മെയിൻ കാരണം വെയിൽ തന്നെയാണ്. വെയിലത്ത് നമ്മൾ 7 മണിക്കൊക്കെ റൈഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ 50-60 കിലോമീറ്ററൊക്കെ ഉണ്ടാവും ചില സമയങ്ങളിൽ. അപ്പോൾ അത് ഭയങ്കര ദൂരവും നല്ല വെയിലത്തും ആയിരിക്കും കേട്ടോ, നല്ല വെയിലും കിട്ടും. അപ്പോൾ ഇന്ന് മടിയൊന്നും കൂടാതെ നല്ല കുട്ടിയായിട്ട് നമ്മൾ സാധനം റെഡിയാക്കി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ പറഞ്ഞോണം 19 കിലോമീറ്ററാണ് റൈഡ് ചെയ്തത്. 19 ഗ്ലെയർ അടിക്കുന്നുണ്ടല്ലേ നിങ്ങൾക്ക്, 19.64 സ്പീഡ്. കാര്യങ്ങൾ കേഡൻസ് കാര്യങ്ങളൊക്കെ ഇല്ല. കേഡൻസ് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. കാലറീസ് ടെമ്പറേച്ചറൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. അതുപോലെ തന്നെ ഇന്ന് കുറച്ച് ആഡംബരം കാട്ടുന്ന പരിപാടിയാണ്. കാരണം ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ജോയൽ ജോഷി എന്ന് സെർച്ച് ചെയ്താൽ മതി. ജോയൽ ജോഷി. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ബിന്ദു ജോഷി എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. ആരാണെന്ന് അറിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ബിന്ദു ജോഷി ആരാണ് വെറുതെ പറഞ്ഞ കേട്ടോ. ഞാൻ ശരിക്കും അമ്മയുടെ കാർഡ് ഇതിൽ പേഴ്സിൽ എടുക്കണമെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഇതിലായിരുന്നു ചിലവ് ഫുള്ള്. അപ്പോൾ ഇന്ന് എന്തായാലും ആളെ കൊണ്ട് തന്നെ സ്പോൺസർ ചെയ്യിപ്പിക്കാം. ഇന്ന് അമ്മയുടെ കാർഡ് ക്രെഡിറ്റ് കാർഡാണ്. ക്രെഡിറ്റ് കാർഡ് സ്പീഡ് ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നല്ലൊരു ഹോട്ടലിൽ നിന്ന് താമസിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ആദ്യം ഭക്ഷണം കഴിക്കാൻ പോകണം. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പയ്യെ ഇവിടെ നിന്ന് വിടാം കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകാം. കാലത്ത് ഒരു 1 മണിക്കൂറായി റൈഡ് ചെയ്യുന്നു. കാലത്ത് പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല. ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് ചായ കുടിച്ചിട്ടും സെറ്റ് ആവട്ടെ. എന്നിട്ട് നമുക്ക് നേരെ കോട്ടയം കുമരകം ആ ഭാഗത്തേക്ക് ഇന്ന് പോവാം. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുറകിലുള്ള ഹോട്ടൽ സാമിയ എന്ന് പറഞ്ഞിട്ടൊരു ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് വെളിച്ചം ക്ലിയർ ആയത്. നേരത്തെ വെളിച്ചം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്. ഇത് അവിടെ തന്നെ ഇരുന്നോട്ടെ, നമ്മൾ അവിടെയാണ് ഇരിക്കണത്. അപ്പോൾ ചേച്ചി പൊറോട്ടയും മുട്ടക്കറി ഉണ്ടാവില്ലേ? പൊറോട്ടയും മുട്ടക്കറി എടുത്തോ. ഓക്കെ, കഴിക്കാൻ. അപ്പോൾ നമുക്ക് പൊറോട്ടയും മുട്ടക്കറിയും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഇതാണ് കേട്ടോ. നമ്മൾ റൈഡ് തുടങ്ങിയിട്ട് ഇപ്പോൾ 5ാമത്തെ ദിവസമാണ്. റൈഡ് തുടങ്ങിയിട്ട് 2ാമത്തെ വട്ടമാണ് പൊറോട്ട കഴിക്കണത് ഈ 5ാമത്തെ ദിവസത്തിൽ കേട്ടോ. ഒരു വട്ടം ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു. പിന്നെ ഞാൻ പൊറോട്ട കഴിച്ചിട്ടില്ല. അപ്പോൾ നല്ല ചൂട് 3 പൊറോട്ട ഉണ്ടാവും. ചൂട് കുഴപ്പമില്ല. 3 പൊറോട്ട അറിയില്ല. നമ്മൾ ഈ സൈക്ലോണിൽ ചവിട്ടണ കാരണം നമുക്ക് പെട്ടെന്ന് ദഹനം കാര്യങ്ങളൊക്കെ പെട്ടെന്നാണ്. ഒരു 10 മണി 11 മണിയാകുമ്പോൾ വീണ്ടും ഫേസ്ബുക്ക് തുടങ്ങുന്നത്. അങ്ങനെയാണ് സാധാരണ. എനിക്ക് പെട്ടെന്ന് കാരണം റൈഡും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് കുറച്ച് കറിയിൽ മുക്കി പൊറോട്ട ഒരു ബ്രൂ കോഫിന് കോഫി കുടിക്കുമ്പോൾ ഒരു കിക്ക് കിട്ടും. എൻ്റെ പൊന്നു മാരകൾ ആ ഒരു കിക്ക്. അപ്പോൾ പൊറോട്ട 3 പൊറോട്ട ഉണ്ട്. അത് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കില്ല. ഞാൻ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് ഫുഡ് കഴിക്കുന്നു. അപ്പോൾ 3 പൊറോട്ട എനിക്കറിയില്ല. 3 ചിലപ്പോൾ ബാലൻസ് കഴിക്കാറില്ല. അപ്പോൾ ബ്രൂ കോഫി ഇതും. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കട്ടെ കേട്ടാ. 75 പറഞ്ഞ. ഓക്കെ, കോട്ടയം കുമരകതി അങ്ങോട്ടല്ലേ പോണേ? ഓക്കെ, 6 കിട്ടല്ലേ? അപ്പോൾ നമുക്ക് ഫുഡ് അടിച്ച് കഴിഞ്ഞു. ഒരു സമാധാനമായി. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞോണം ഇത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം കാരണോടത്തായതുകൊണ്ടാണ് വെച്ചത്. അപ്പോൾ ഇനി നമ്മുടെ സാധന ജംഗമ വസ്തുക്കളൊക്കെ മേത്ത് അണിഞ്ഞിട്ട് പയ്യെ ഇവിടെ നിന്ന് വിടാട്ടെ. ഇനി ഇവിടെ ഞാനിപ്പോൾ ചങ്ങനാശ്ശേരി എത്തിയിട്ടാ. അപ്പോൾ ചങ്ങനാശ്ശേരി എത്തിയപ്പോൾ ഇവിടെ നമ്മുടെ ഒരു പിതാവ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുടെ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തു നിന്നുള്ള പോലീസ്, MP, മന്ത്രിമാർ, ജില്ലാ കളക്ടർ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ഞാനത് അറിഞ്ഞിരുന്നു, ന്യൂസിലൂടെ അറിഞ്ഞിരുന്നു. എനിക്ക് പേര് ഏത് പിതാവാണ് മരിച്ചുപോയത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായ തിരക്കുകൾ ചങ്ങനാശ്ശേരി ഭാഗത്തുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോലീസും
ഇതൊക്കെ പോകുന്നുണ്ട്. പെട്ടെന്ന് എന്താ പോലീസ് ഇങ്ങനെ പോണേന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ആ ഒരു ഫോട്ടോ ഞാൻ കണ്ടത്. നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടു കാണും, നമ്മുടെ മുൻ ആർച്ച് ബിഷപ്പിൻ്റെ വിലാപം. അപ്പോൾ ഇവിടെ ചങ്ങനാശ്ശേരി ഭാഗത്താണ് കേട്ടോ, ഫുള്ള് പോലീസും ഫുള്ള് ഇതുകളാണ് കേട്ടോ. പോലീസുകൾ എല്ലാ ഇതും ഉണ്ട്, റോഡിൽ ഫുള്ള് പോലീസാണ്. പോലീസ് വണ്ടി കഴിഞ്ഞില്ലേ. ഫയർഫോഴ്സിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ സൈക്കിളിൽ നിന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ നിർത്തിയത്. അതെ, ഞാൻ സൈക്കിൾ ചെയ്യുന്നതാണ്. എവിടെ വീട്? എൻ്റെ വീട് തൃശ്ശൂര്. തൃശ്ശൂർ തൃശ്ശൂര് ഒല്ലൂര് ഭാഗത്താ. പേരെന്താ? റോബിൻ. എൻ്റെ പേര് റോബിൻ. ഞാൻ അവിടെ ക്ലബ് എഫ് എമ്മിലുണ്ടായിരുന്നു. എവിടെ? തൃശ്ശൂർ ഉണ്ടായിരുന്നു ക്ലബ് എഫ് എമ്മിൽ അല്ലേ? അപ്പോൾ നിങ്ങൾ തൃശ്ശൂർക്ക് പോവോ? അല്ലല്ല, ഞാൻ കാസർഗോട്ടേക്ക് പോവാ. എക്സ്പെഡിഷനാ ലൈക്ക് ട്രിവാൻഡ്രത്ത് തുടങ്ങി ഇനി ഇവിടെ. ഇത് 5ാമത്തെ ദിവസം ഞാൻ റൈഡ് ചെയ്യണത്. 5ാമത്തെ ദിവസം? അത് പെട്ടെന്ന് ഒരാൾ കാറിൽ നിർത്തി, ഫ്രണ്ടിൽ കയറി നിർത്തിയതായിരുന്നു കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബറൊന്നുമല്ല, ഫോളോ ചെയ്യാറൊന്നുമില്ല, ആളിങ്ങനെ സൈക്കിളിൽ ഇതൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കോട്ടയം ആ ഭാഗത്തുനിന്ന് തിരിഞ്ഞു നേരെ കുമരകം സൈഡിലേക്കാണ്. കോട്ടയം ടച്ച് ചെയ്യാണ്ടാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 10-25 കിലോമീറ്ററിനേ ഉള്ളൂ. കാലത്ത് ഇറങ്ങിയതിൻ്റെ ഗുണം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. 9:30 ആയപ്പോഴേക്കും 2 മണിക്കൂർ കൊണ്ട് 40 കിലോമീറ്റർ. 2 മണിക്കൂർ കൊണ്ടാണ് കേട്ടോ 40 കിലോമീറ്റർ. ഞാൻ സാധാരണ എൻ്റെ MTB സൈക്കിളിൽ 1 മണിക്കൂറാണ് മാക്സിമം ഒരു 20-25 കിലോമീറ്റർ കവർ ചെയ്തെടുക്കുക. ഇത് 2 മണിക്കൂർ കൊണ്ട് 40-41 കിലോമീറ്റർ പെട്ടെന്ന് കവർ ആവട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ആക്ച്വലി റിസോർട്ടിലേക്ക് പോകുന്നതിനെക്കാട്ടും മുന്നേ ഞാൻ പറഞ്ഞു, കുമരകത്തൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അതിനെക്കാട്ടും മുന്നേ നമുക്ക് നമ്മുടെ ടയറിൻ്റെ എയർ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, ഫ്രണ്ടിലും ബാക്കിലും. എനിക്ക് തോന്നുന്നു ബാക്കിലാണ് കുറച്ചൊരു കുറയാൻ സാധ്യത കൂടുതൽ. 60-65 70 PSI വരെയാണ് മാക്സിമം നമ്മൾ അടിക്കാറ്. നമ്മുടെ ഇതിൻ്റെ ഇതിൽ ബാക്കിലത്തെ ടയറിലും ഫ്രണ്ടിലത്തെ ടയറിലോട്ട് അതിൻ്റെ സൈസ് അനുസരിച്ച് ആ ടയറിൻ്റെ സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യണം, കാരണം വയറ് കുറച്ച് കുറഞ്ഞ രീതിയിൽ തോന്നുന്നുണ്ട്, എനിക്ക് ഫീലാവുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത എക്സ്പ്ലോറിങ്ങിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അധികം കുറവില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അമർത്തുമ്പോൾ എന്തായാലും ഒരു 10 PSI എങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഇവിടെ ടയറിൻ്റെ അവിടെ മാർക്കിംഗ് ഉണ്ട് കേട്ടോ. മിനിമം 50 PSI ആണ്, മാക്സിമം 75 ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 65 ഇതിൽ സെറ്റ് ചെയ്യാം. 65 സെറ്റ് ചെയ്തിട്ട് മോർ ചെയ്ത് അമർത്തി കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു പെട്രോൾ പമ്പിൽ വന്നതാണ് കേട്ടോ. ഇവിടെ ഒരു ഭാരത് പെട്രോൾ പമ്പ് അവിടേക്ക് വന്നതാണ്. ഇപ്പോൾ 57, 59, 61, 63, 64, 65 അമർത്തിയിട്ടുണ്ട്. ഷ്രാഡർ വാൽവ് ആയതിൻ്റെ ഗുണം ഇതാണ്. കുറയുണ്ട് അവിടെ. എവിടെ കുറയണ കയറുന്നില്ല കേട്ടാ. ഓണായിട്ടില്ല അപ്പോൾ. ഓക്കെ അടിച്ചു. ഓക്കെ നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല, വർക്കായിട്ടില്ല എപ്പോഴും. ആ കംപ്രസറിൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് പ്രഷർ ഇല്ല. അപ്പോൾ വെറുതെ അഥവാ ചുറ്റി കളിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഈ സൈക്കിള് കാസർഗോഡ് വരെ എത്തിക്കേണ്ടത്, പണി പഠിക്കണില്ല. നമ്മൾ തൊട്ടപ്പുറത്തൊരു കടയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ കടയിൽ പോയിട്ടേ 70 PSI സൈക്കിളിലാണെന്നൊക്കെ അടിക്കാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഇതറിയില്ല എന്ന് തോന്നുന്നുണ്ട്. മറ്റേ റോഡ് ബൈക്കിൻ്റെ ടയറിലൊക്കെ 100-110 അടിക്കാറ്. ഇതിലിപ്പോൾ 70 75 മാക്സിമം. ആ കടയിൽ പോയിട്ട് നമുക്ക് ടയറൊന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. ബാക്കിൽ ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്ക് വെറുതെ പണി പഠിക്കണ്ടല്ലോ. ആ 20 രൂപ എടുത്ത് കഴിഞ്ഞാൽ അവർ 2 ഫ്രണ്ടിലും ടയറൊക്കെ ക്ലിയർ ചെയ്ത് തരും. ഫ്രണ്ടിലൊരു 65, ബാക്കിലൊരു 70 PSI അടിക്കാം കേട്ടോ. അങ്ങനെ അടിക്കാം.
അവിടെ എന്തൊക്കെയോ വീത്തി ഇട്ടിട്ടുണ്ട് ആ വണ്ടിയിൽ നിന്ന്. ഇതെന്തത് ഇങ്ങനെ വീതിയിട്ടാക്കണാവോ ചേട്ടാ? അപ്പൊ ഇവർക്കൊരു വിലയില്ല ചേട്ടാ. ബാക്കില് എത്ര PSI ഉണ്ടെന്ന് ചെക്ക് ചെയ്യോ? പ്രഷർ ഉണ്ടോ ചെക്ക് ചെയ്യോ? ബാക്കില് 75 വേണം എനിക്ക്. അല്ല 70. ആ ഒന്നുമില്ലല്ലോ. അപ്പൊ 70 അടിച്ചോ. അവര് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 60 അടിച്ചോ. ബാക്കിൽ അടിച്ചു 70 അടിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു 60-65 ആയാലും കുഴപ്പമില്ല. എത്രയുണ്ട്? 60 ആയാ? ഇല്ല, അയർ പോയാ മതി മതി. ഒരു അയറടിക്കാൻ പെട്ട പാട് 1/4 മണിക്കൂറായിട്ടാ. ഒരു ടയറിൽ അയറടിക്കാനാ. ബാഗിൽ പമ്പുണ്ട്, അത് കൈയൊരു പരിവാവും. ഹാൻഡ് പമ്പാ, അതുകൊണ്ട് അടിച്ചടിച്ച് കഴിഞ്ഞാൽ മനുഷ്യന് അടപ്പ് തെറിക്കും. അപ്പോൾ തൊട്ടപ്പുറത്തുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയത്. അവിടെയാണെങ്കിൽ അതിനെക്കാട്ടും വലത്താണ് അവരുടെ ഇത്. 70 പറയുമ്പോൾ എല്ലാവരും ഞെട്ടാ. എല്ലാ നാട്ടിലും ഇങ്ങനെ തന്നെയാണാവോ 70 PSI സൈക്കിളിൽ അയറടിക്കാന്ന് പറയുമ്പോൾ. ഞാൻ ഇതിൻ്റെ ക്യാപ്പ് ഇവിടെ വെച്ച് മറന്നു വീണ്ടും പെട്രോൾ പമ്പിൽ. അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് പയ്യെ നമ്മുടെ റിസോർട്ടിലേക്ക് പോകാം കേട്ടോ. ഇന്ന് റിസോർട്ടിലാണ് എക്സ്പ്ലോറിങ് ഫുള്ള്. ഓ എയർ ഫുള്ളായപ്പോഴേ ഫുള്ള് ഒരു സമാധാനമായിട്ടാണ്. റൈഡ് ചെയ്യുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ ശരിക്കും കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ പോണ റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് 2 സൈഡിലും ഈ പറഞ്ഞോണം പാടശേഖരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് റൂട്ടിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റിസോർട്ടിൽ. ലേക്ക് റിസോർട്ടാണ്, തുറക്കില്ല. ബുക്കിംഗ് ഉണ്ട്, റിസർവേഷൻ കാട്ടണോ? റിസർവേഷനാണോ? ഒരു നമ്പർ തന്നിട്ടുണ്ട് അവർ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത് കേട്ടോ. അവിടെ ഫുള്ള് ഇതാണ്. ആ നമ്പർ പറഞ്ഞാൽ മതി റിസർവേഷൻ്റെ. എന്താ വേണ്ടത്? ആ പേര് ഇതാണ്. നിങ്ങളുടെ പേര് ജോയൽ ജോഷി എന്നാണ്. അതെ, ജോയൽ ജോഷി. ഫോൺ നമ്പർ 6238. വണ്ടി നമ്പർ ഇല്ല, ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ. ആ ഇല്ല. ചെക്ക് ചെയ്യാൻ എവിടെയാ? നേരെ പോയാൽ മതി അല്ലേ? ഓക്കെ. സാധാരണ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാറുണ്ട് ആൾ. ഇതിപ്പോൾ വണ്ടി നമ്പർ ഇല്ലാത്ത കാരണം. എൻ്റെ പൊന്ന് ചേച്ചി, ഞാനിവിടെ എത്തി. ഇനിയും എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ? ഓക്കെ, ക്ലോസ് ചെയ്യട്ടത്. ക്ലോസ് ചെയ്തു. ഒരു തീരുമാനമായി. ഗൂഗിൾ ചേച്ചിക്ക് ഒരു സമാധാനം എന്നെ ഇവിടെ എത്തിച്ചപ്പോൾ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ. ഓക്കെ, തെറ്റിദ്ധരിക്കുകയായിരിക്കും. നമ്മളങ്ങനെ പ്രൊമോഷൻ ചെയ്യാനുള്ള ലെവലിലൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ എവിടെയാണ് ഇതിൻ്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ വരണത്. റൈവൽസ് ദി ആയുർവേദിക് സ്പായാണ് ഇവിടെ.
പാർക്കിംഗ് അറ്റ് ഓണേഴ്സ് റിസ്ക്. റിസർവേഷൻ എവിടെയാണോ? ഓക്കെ, റിസപ്ഷൻ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് റിസപ്ഷനിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട് വരുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ആദ്യം ചെക്ക് ഇൻ ചെയ്യാം, എന്നിട്ട് ഓരോന്ന് കാട്ടിത്തരാം. അപ്പോൾ നമ്മുടെ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബ്രോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ. അമൂൽ നമ്മളെ തൃശ്ശൂർക്കാരനെ തന്നെയാണ്. തൃശ്ശൂർക്കാരനെ കണ്ടപ്പോൾ ഒരു സന്തോഷം. ഞാൻ 5 ദിവസമായി ഇറങ്ങിയിട്ട് ഓൾക്കെല്ലാം ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ 5 ദിവസമായി. അപ്പോൾ തൃശ്ശൂർക്കാരെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ തൃശ്ശൂർക്കാരെ തൃശ്ശൂർ എവിടെയാണ്? തൃശ്ശൂർ മണ്ണുത്തി ആ ഭാഗത്താണ് അല്ലേ. അപ്പോൾ ആളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ റൂമിൻ്റെ അവിടേക്ക് വയ്ക്കാൻ പറ്റില്ലേ സൈക്കിള്? അത് വലിയൊരു ഉപകാരമാണ് സൈക്ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. ബാക്കി ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വരുന്നത്. സോ ഇതാണ് നമ്മുടെ റൂം വരുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മളിന്ന് നൈറ്റ് സ്റ്റേ ചെയ്യാൻ പോണത്. നമുക്ക് സൈക്കിള്, ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ആദ്യം, ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. ഇത് ഗാർഡൻ വ്യൂ അല്ലേ? ഗാർഡൻ വ്യൂ ആണ് നമ്മൾ എടുത്തിരിക്കണത്. ഓ നൈസ്. ഇതാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടതെന്നുണ്ട്. ആണോ? അവിടെ ആ സൈഡിൽ നിന്ന് അല്ല. ഓക്കെ അവിടെ നിന്ന് കണ്ടത് തന്നെയാണ് കേട്ടോ. ആ സൈഡിൽ കയറി വരുമ്പോൾ അടിപൊളിയായിട്ട്. ഒരു ഉച്ചയാകുമ്പോൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തില്ലെങ്കിൽ നമുക്ക് പണിയാവും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ വരണത്. എന്തായാലും അടിപൊളിയായി. ആ സൈക്കിള് സൈഡിലേക്ക് എവിടേക്കെങ്കിലും വയ്ക്കാൻ പറ്റുക സൈക്കിൾ സേഫായിട്ട്? ഫ്രണ്ടിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ വേറെ നമ്മുടെ എമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ എഴുതിയിട്ടുണ്ടല്ലേ. നമുക്ക് ചാർജബിൾ ആക്ടിവിറ്റീസ്, ബോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ബുക്കിങ്ങിൻ്റെ ഉള്ളിൽ വരുന്നത്. നോൺ ചാർജബിൾ ആക്ടിവിറ്റീസ് ഇതാണ്: സ്വിമ്മിംഗ് പൂൾ, ഇൻഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ്, ലൈവ് ഇൻസ്ട്രുമെൻറ്റ്, മ്യൂസിക് ഷോ. ഇത് എന്നും ഉണ്ടാവും മ്യൂസിക് ഷോ? എല്ലാ ദിവസവും 7 മണി തൊട്ട് 8 മണി വരെ അല്ലേ? വൈഫൈ ഉണ്ടല്ലേ? വൈഫൈയുടെ ഡീറ്റെയിൽസ് ഇതല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത്. എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ വൈഫൈയും കാര്യങ്ങളും ഫുള്ള് സെറ്റായിട്ടുണ്ട്. ആ ഒന്ന് കാട്ടിയിരുന്നു. ഓപ്പൺ ടൈപ്പ് എന്ന് ഉദ്ദേശിച്ച് ഓ പൊളിച്ച് അടിപൊളി. ഓപ്പൺ ടൈപ്പ് ബാത്റൂമാണല്ലേ? ഓ അത് നന്നായിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ ടൈപ്പാണ്. ഇവിടെ നമുക്ക് വാഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ടോയ്ലറ്റ്. അടിപൊളി. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ കോഫി കെറ്റിലും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. അടിപൊളി. അപ്പോൾ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. എന്തായാലും വൈഫൈയുടെ കിട്ടി, കാര്യങ്ങളൊക്കെ കിട്ടി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് സൈക്കിള് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് വയ്ക്കണം. കാരണം നമുക്ക് കാസർഗോഡ് വരെ പോകേണ്ടതാണ്. അത് ലോക്ക് ഓക്കെ. നമുക്ക് ജസ്റ്റ് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ അല്ലേ? പുറത്തുനിന്ന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇനിയിപ്പോൾ ഈവനിങ് ഇവിടെ പൂൾ ആക്സസ് ഉണ്ടല്ലോ. പൂള് 7 to 7 ആണ് വരുന്നത്. 7 to 7 ആണ് വരുന്നത്. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് 3 മണിയാകുമ്പോൾ ബാക്കി ഡീറ്റെയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഇവിടെ തന്നെയുണ്ട്. അതിന് വേണ്ടി ഇനി പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക്. എവിടെയാ? ഓ ഇതാണല്ലേ ലേക്ക് വ്യൂ എന്ന് പറയണത്. ഇത് ഓക്കെ, അടിപൊളി. ഓ ഇതാണ് പൂളുണ്ട്. ഇത് എത്ര താഴ്ചയുണ്ട്? 5 ഫീറ്റ് അപ്പുറത്ത് 2 ഫീറ്റ് അത്ര. ഓ പേര് പോലെ തന്നെ ലേക്ക് വ്യൂ റിസോർട്ട്. അടിപൊളി. ഓ ഹൗസ് ബോട്ട് എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? 3 ബെഡ്റൂം ഹൗസ് ബോട്ടാണല്ലേ? സിംഗിളും ഉണ്ട്. മോട്ടോർ ബോട്ട്. സ്പീഡ് ബോട്ട് എവിടെയാണ് എടുക്കണേ? സ്പീഡ് ബോട്ട് അതാണോ? സ്പീഡ് ബോട്ട് ഇവിടെ? ഓക്കെ നൈസ്. അതാണ് സ്പീഡ് ബോട്ട്. തേങ്ങ വീഴാണ്ടിരിക്കാൻ അവിടെ വലിയിട്ടുണ്ട്. അത് ഭാഗ്യമായി. ഞാൻ ഒരു വട്ടം അവിടെ പോയിട്ട് കഴിഞ്ഞ റിസോർട്ടിൽ പോയിട്ട് ഭാഗ്യത്തിനെ തേങ്ങയുടെ അടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഒരു കരിക്കിടാൻ ആരോ കയറിയിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഭാഗ്യത്തിന് എൻ്റെ തലയിൽ വീഴാണ്ട് രക്ഷപ്പെട്ടെ. അപ്പോൾ ദേ ഇവിടെ ഇതാണ് സ്പീഡ് ബോട്ട് അല്ലേ? മോട്ടർ അതിൻ്റെ അപ്പുറത്തല്ലേ? സ്പീഡ് ബോട്ടിൽ എത്ര പേര് കയറാൻ പറ്റും? 4 പേർക്ക് അല്ലേ? ഇത് 6 പേര്. സ്പീഡ് ബോട്ട് ഒന്ന് കണ്ടു കളയാം. ഇത് ശിക്കാര. ഓ സ്പീഡ് ബോട്ട് അവിടെയാണ് കേട്ടോ. അതാണ് സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ. ലേക്ക് വ്യൂ. ഇതെന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ വന്ന് രാത്രി ഇരിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ? കാറ്റും കൊണ്ട് നല്ല രസമായിരിക്കും. എന്തായാലും നല്ല രസമുണ്ട് സംഭവം. ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന് ചില്ല് ചെയ്യാൻ പറ്റും.
കാരണം 3 വീഡിയോ ബാലൻസ് എനിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. 2 വീഡിയോസ് ഇനി ബാക്കി ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വേണം നാളെ കാലത്ത് നമുക്ക് ആലപ്പുഴ ഭാഗത്തേക്ക് സൈഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇനി. അപ്പോൾ ലോക്ക് ചെയ്ത് വയ്ക്കാം അല്ലേ? ഓക്കെ ഓക്കെ ലോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനല്ല, ബ്രേക്ക്ഫാസ്റ്റ് തെറ്റി പറഞ്ഞത്, ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ലഞ്ച് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് റൈഡായിട്ട് നമുക്ക് ഈ ഭാഗവും ഈ 2 ഭാഗവും നല്ല പെയിന് നടക്കുമ്പോഴൊക്കെ. ഇന്ന് പക്ഷേ ഓൾ കേരള ചെയ്യുന്നുണ്ടെങ്കിൽ, എനിക്ക് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കൊല്ലം ആ ഭാഗം ഭയങ്കര ടഫായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ കൊല്ലം പത്തനംതിട്ടയും കൊല്ലം ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്തേക്കാണ് കുറച്ച് പാട്, ഏറ്റവും കൂടുതൽ പാട്. പക്ഷേ പത്തനംതിട്ടയ്ക്കൊക്കെ കുറച്ചുകൂടി അത്ര ക്ലൈമ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഈസി ആയിരുന്നു. കൊല്ലം ഭാഗം കയറ്റം ഇറക്കം അതുപോലത്തെ ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാക്കയൊക്കെ വന്ന് കുളിക്കണം നോക്കി, ഭയങ്കര ഇതായിട്ട് രാജകീയമായിട്ട് ഭയങ്കര ചൂടല്ലേ, നല്ല ചൂടായതുകൊണ്ടേ ഫുള്ള് കാക്കയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതാണ് പൂൾ സൈഡ് പൂളെന്ന് പറഞ്ഞത്. അവിടെ 5 ഫീറ്റ് ഉണ്ട്. നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ചെക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, നമുക്കൊരു നീന്തൽ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഈവനിങ്ങൊക്കെ നീന്താൻ പോകുമായിരുന്നു. അപ്പം ഇന്നിപ്പോൾ ചെറുതായിട്ട് ഒന്ന് സ്വിം ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. പറ്റുകയാണെങ്കിൽ ഒന്ന് നീന്തണം. അവിടെ 5 ഫീറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ 5'9" ആണുള്ളത്. അപ്പോൾ കുഴപ്പമില്ല, സേഫായിട്ട് ഒന്ന് നീന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ബോഡി ഒന്ന് സ്ട്രെച്ച് ആവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ ഇടയ്ക്ക് നീന്താൻ പോകാറുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അവിടെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. എനിക്ക് വയറിന് ഇതുവരെ പ്രശ്നവും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. വയറിന് അങ്ങനെ അധികം ഇഷ്യൂ ഒന്നുമില്ല. ഒരു 10% ചെറിയ ഇഷ്യൂസ് വന്നെങ്കിലും ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം വലിയ പ്രശ്നങ്ങളും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ഫുഡ് കാര്യങ്ങൾ ഇതാ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഫുഡ് എന്താ ഉള്ളതെന്ന് നോക്കി നോക്കാം ഇനി. ഫുഡ് ബൊഫേ ആയിരുന്നു കേട്ടോ. ബൊഫേ അല്ല എന്നാണ് നേരത്തെ കേട്ടത്, പക്ഷേ ബൊഫേ ആയിരുന്നു. സ്വീറ്റ് കോൺ സൂപ്പുണ്ട്, നമുക്ക് സൂപ്പ് കുടിക്കണം, സൂപ്പുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ തുറക്കാം വെജ് ഫ്രൈഡ് ഇതുണ്ട്, വെജ് പുലാവ് ഉണ്ട്, കേരള റൈസ് ഉണ്ട്. ചോറ് 2 ദിവസം ഞാൻ ചോറാണ് കഴിച്ചത്, അതുകൊണ്ട് ഇനി വേണ്ട. ദാൽ തടുക്ക എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പണ്ടൊക്കെ വിചാരിച്ചത് എന്തോ വലിയ സംഭവം എന്നുണ്ടാ, പിന്നെയാണ് മനസ്സിലായത് ഇത് പരിപ്പാണ്. ഇത് വന്നിട്ട് ഇത് പുളിശ്ശേരിയാണ് കേട്ടോ. പുളിശ്ശേരി, തോരൻ, പനീറിൻ്റെ എന്തോ പനീർ മട്ടർ, പംകിൻ ഹുസൈൻ സോസ് പംകിൻ്റെ എന്തൊരു വിഭവമുണ്ട്. പിന്നെ ബീഫ് വറവൽ റോസ്റ്റ്, മെറ്റ കുറുമയാണോ ചിക്കനാ, മൂർഗ് മെറ്റ കുറുമ മെറ്റ എന്ത് ലൈക്ക് നോർത്ത് ഇന്ത്യൻ ആണല്ലേ. ചില്ലി ഫിഷ് ഷെസ്വാൻ ചൈനീസാണ് അത്. പിന്നെ വരണുള്ളൂ അല്ലേ? ഓക്കെ. പിന്നെ ഇത് അപ്പോൾ എന്തായാലൊക്കെ എടുത്തിട്ട് ലൈറ്റായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിക്കണം. ഞാൻ ഇതുവരെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല, കാരണം റൈഡും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം തന്നെ ഭക്ഷണം കഴിക്കൽ ഭയങ്കര കുറവാണ്. ലൈറ്റായിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിലും കുറേ ഇത് വന്നു, ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുക. കൂടുതലും വെള്ളം ഐറ്റംസാണ് കൂടുതലും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര നേരം. അപ്പോൾ ഇനി മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ചില്ല് ചെയ്യട്ടെ. ഭക്ഷണം എടുക്കട്ടെ ഞാൻ ആദ്യം, എനിക്ക് 2 കൈ കൊണ്ട് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേ ഭക്ഷണം എടുത്തിട്ടുണ്ട്. ഇത് ബീഫ്, ഇത് പംകിൻ എന്തോ സാധനമാണെന്ന് പറഞ്ഞു. ഇതെന്താണെന്ന് നോക്കട്ടെ. പംകിൻ എന്തോ പേര് പറഞ്ഞു, നിങ്ങൾ സ്കിപ്പടിച്ച് ചോദിക്കാൻ ഞാൻ പേരറിയാം. പിന്നെ ഇത് നമ്മുടെ പനീർ, ഇത് ചിക്കൻ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ചിക്കൻ, ഇത് ബീഫ്, ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ, ഫ്രൈഡ് റൈസ്, വെജ് ഫ്രൈഡ് റൈസാണ് ഇതെടുത്തിരിക്കുന്നത്. ഇതിനെല്ലാം മുന്നേ ഞാൻ കുറച്ച് നമ്മുടെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് കഴിച്ചിരുന്നതായിരുന്നു കേട്ടോ. അതിൻ്റെ പ്ലേറ്റാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഫുഡ് കഴിക്കട്ടെ. എടുക്കാം, ഞാൻ എടുക്കാം. പൊറോട്ട വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ടേസ്റ്റ് ചെയ്തത് കോയിൻ പൊറോട്ട എന്ന് പറഞ്ഞ സംഭവമാണ്. ഇതെന്തായാലും കൊള്ളാം. ഇത്ര നാൾ കാലത്ത് ചെറിയ ലഘുഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് ഹെവിയാണ്, കാരണം ഇന്ന് അധികം റൈഡ് ചെയ്തിട്ടില്ല. 56 കിലോമീറ്റർ ഒന്ന് റൈഡ് ചെയ്തത്. സ്ട്രാവ് നോക്കി കഴിഞ്ഞാൽ അറിയാം.
അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ കാണാം കേട്ടോ. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി ഇന്നത്തെ പരിപാടി മെയിനായിട്ട് റെസ്റ്റ് എടുക്കലാണ്. നാളെ കാലത്ത് നമ്മൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരാളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊന്നുമോൻ ചേട്ടൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ നാളത്തെ വ്ളോഗ് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നത് പുലർച്ചെ 5:30-ക്കാണ് നാളത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുക. അത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ കായലിൽ പോയിട്ട് നമ്മൾ കക്ക വരാൻ പോവാണ്. അതിനുശേഷം ആലപ്പുഴ ആ സൈഡ് പിടിക്കും കേട്ടോ. അപ്പോൾ ഇതന്നെയാണെന്ന് തോന്നുന്നത് നമ്മുടെ റൂം 121. അയ്യോ ലോക്കായ 121 ലോക്കായി എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ലോക്കായി പെട്ട്. ഞാൻ ആ കാർഡ് എടുത്ത് കയ്യിൽ പിടിക്കാൻ മറന്നു. താങ്ക്സ് ബ്രോ. പേരെന്തായിരുന്നു? അജ്മൽ. ഓക്കെ, താങ്ക് യു. ഈ കാർഡ് എടുത്ത് പിടിക്കണമായിരുന്നു കേട്ടോ. അത് ഞാൻ പിടിച്ചില്ല, അതുകൊണ്ടാണ് ലോക്കായത്. ഓക്കെ, ഇത് ക്ലോസ് ആയില്ലേ? ഓക്കെ. അപ്പോൾ നാളെ കാലത്ത് നമ്മൾ പോകുന്നു കക്ക വരാൻ കായലിലേക്ക്. സാധാരണ കായൽ ജീവിതമാണ് നാളത്തെ വ്ളോഗിൽ കേട്ടോ. ഇന്നിപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് 2 വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വ്ളോഗും പിന്നെ പത്തനംതിട്ടയിൽ അവിടെ ഒരു കറക്കം കറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ മുന്നിലേക്ക് അത് കാട്ടാൻ വേണ്ടിയിട്ട്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.